ഹലോ ഗൈസ്, വയലറ്റ് വിഷസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ ഒരുപാട് സാധനത്തിന്റെ ഹോളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്നാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിയേക്കുന്നത്. ആദ്യമായിട്ട് വാങ്ങിയത് തന്നെ നമ്മളെ ഇറേസറാണ്. ഇത് ഇറേസറാന്ന് കണ്ടാ പറയില്ല. വീട്ടില് ഞാനിത് ഇറേസറായിട്ട് യൂസ് ചെയ്യാൻ വാങ്ങിയതല്ല കേട്ടോ, ടേബിൾ ഡെക്കോറേറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാട്ടോ. ഇതൊക്കെ കണ്ട ആരെങ്കിലും മായ്ച്ചതിനെ നശിപ്പിക്കാൻ തോന്നും. അടുത്തതായി വാങ്ങിയത് നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് ആണ്. 20 ഷീറ്റ്സ് ഓഫ് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ജേണൽസിനും പിന്നെ നമ്മളെന്തെങ്കിലും ഉണ്ടാക്കണേ അതിൽ ഒട്ടിച്ച് ഡെക്കോറൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി കവായി സ്റ്റിക്കറാണ് കേട്ടോ ഇത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ജേണലിലൊക്കെ ഒട്ടിക്കൂലേ, അങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ്. ട്രാവൽ പോയിറ്റ് എന്ന് പറയും അതിന്. നല്ല കോഡ്സൊക്കെ ഉള്ള നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ അത്. അടുത്തത് ക്യൂട്ടായിട്ടുള്ള ഓറിയോയുടെ ബുക്കാണ് കേട്ടോ. അതെന്തും മണമെന്ന് അറിയോ, സത്യം പറഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ അതേ മണുണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ഇട്ടോ, ഞാൻ തരാം ഗീവ് അവേ ആയിട്ട്. എപ്പോഴാണെന്നറിയോ, 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ക്യാപ്പിബാറയുടെ സ്റ്റിക്കേഴ്സാണ്. 20 ഷീറ്റ്സ് ഓഫ് സ്റ്റിക്കേഴ്സും ഉണ്ട്, ഒരു 5 or 6 വാഷി ടൈപ്സും ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്കിത് ഇതുപോലെ തന്നെ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓൾസോ ഇതും ഞാൻ നിങ്ങൾക്ക് വാങ്ങിയതാണ് ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക. എപ്പോഴാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ പറയുന്നതായിരിക്കും. അടുത്തത് 3 സെറ്റ്സ് ഓഫ് സ്റ്റിക്കർ റോളാണ്. അതിൽ ഒരെണ്ണം ഡാമേജ് ആയിട്ടാണ് കിട്ടിയത്. അത് ഞാനൊരെണ്ണം വിൻറ്റേജ് തീമിൽ ബുക്ക് ചെയ്തായിരുന്നു, പക്ഷെ അത് ഡാമേജ് ആയിരുന്നു. അതിലെ സ്റ്റിക്കേഴ്സ് ഒന്നും ക്ലിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർഫ്ലൈ തീമായിരുന്നു. അത് നല്ല ക്വാളിറ്റി അടിപൊളിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരെണ്ണം ഈ കോഡ്സ് ഒക്കെ ഉള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അത് നമ്മളിങ്ങനെ ജേർണലിങ് ചെയ്യുന്ന ഓരോ പേജുകളൊക്കെ കാണുമ്പോൾ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങിയത്. അതിൽ ഒരെണ്ണം പണി കിട്ടി, ബാക്കി 2 അടിപൊളിയായിരുന്നു ഗൈസ്. അടുത്തത് വാങ്ങിയത് പിങ്ക് തീമിലുള്ള 20 ഷീറ്റ്സിന്റെ ഒരു ബുക്കായിരുന്നു, സ്റ്റിക്കർ ബുക്കായിരുന്നു. എൻ്റെ വിഷ് ലിസ്റ്റിലുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. ഇത് എല്ലാ കളറും വാങ്ങിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്തത് ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച് വാങ്ങിയ സാധനമാണ് ഗൈസ്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ആൽഫബറ്റ് സ്റ്റാമ്പ്സ് ആണിത്. ഞാൻ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ ഭയങ്കര പ്രൈസാണ്. അപ്പം ഞാനത് വിഷ് ലിസ്റ്റിലിട്ട് വെച്ചേക്കുന്നത് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു അപ്പം തന്നെ ഞാൻ വാങ്ങി. അടുത്തതായി വാങ്ങിയത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡയറിയാണ്, കവായി തീം ഡയറിയാണ്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ മതി, ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ. ഈ ബുക്കിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ സ്കെയിലും ഉണ്ട്, പൗച്ചും ഉണ്ട്. നമുക്ക് ഏത് തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ബ്ലൂ തീമാണ് വാങ്ങിയത്. എന്തായാലും ഇത് വാങ്ങിയത് വേർത്തായി തന്നെ എനിക്ക് തോന്നി. പിന്നെ അടുത്തതായി വാങ്ങിയത് ഇറൈസബിൾ ജെൽ പെന്നാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ എഡ്ജുമാട്ടി കയറിയപ്പോൾ വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. ആദ്യമായിട്ട് വാങ്ങിയതെന്ന് വെച്ചാൽ ബേബി ബ്രെഡ് ഫ്ലവേഴ്സ് ആണ്. ഒരു റാണി പിങ്ക് കളർ, അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വെറുതെ വാങ്ങിയതാ. അടുത്തത് വാങ്ങിയത് 3 സെറ്റ് കമ്പികളാണ്. അത് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനും മറ്റേതിനൊക്കെ എന്തായാലും ആവശ്യമില്ല. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ 3 വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരു ജൂട്ട് ത്രെഡ് വാങ്ങി, വൈറ്റ് കളർ ഉള്ളത്. പിന്നെ ജൂട്ടിന്റെ തന്നെ നമ്മുടെ ലേസില് അതും വാങ്ങി. നമുക്ക് ചില ക്രാഫ്റ്റ് വർക്ക്സിനൊക്കെ അത് ആവശ്യമാണ്, അപ്പോൾ വാങ്ങിയതാ ഞാൻ. കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സും പിന്നെ ക്യൂട്ടായിട്ടുള്ള സ്മോൾ വുഡൻ ക്ലിപ്സും പിന്നെ സ്മോൾ വുഡൻ പേൾസും ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വൈറ്റ് ലേസും പിന്നെ കുറച്ചധികം ഞാൻ വാക്സ് ഗ്ലൂ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പേപ്പർ ക്ലിപ്പ് കണ്ടപ്പോൾ വെറുതെ ഇട്ടതാ, നല്ല കളേഴ്സ്, അപ്പോൾ വെറുതെ വാങ്ങിയതാ. പിന്നെ വൈറ്റ് അക്രിലിക് പെയിന്റും പിന്നെ വാങ്ങിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, ക്യൂട്ട് മൈ മെലഡിയുടെ ചെറിയൊരു എറി, അത് അടിപൊളിയാട്ടാ. കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ച് വാങ്ങിയ സാധനമാണ് പേസ്റ്റൽ കളേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ എപ്പോൾ പോകുമ്പോഴും കടയിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഇന്നലെ എനിക്ക് പോയപ്പോൾ കിട്ടി, അപ്പോൾ ഞാൻ അപ്പം തന്നെ വാങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയാൽ ഒരുപാട് സമ്മാനം നിങ്ങൾ ഇരിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളെ കമൻറ്റിൽ നിന്ന്